അട്ടപ്പാടിയിലെ ഭവാനിപ്പുഴ കല്ലും മണ്ണുമിട്ട് നികത്തിയതായി പരാതി. മൈനർ ഇറിഗേഷനാണ് ആദിവാസികളുടെ കുടിവെള്ളത്തിൽ കല്ലും മണ്ണുമിട്ട് ഒഴുക്ക് തടഞ്ഞത്. റിസോർട്ട് മാഫിയയെ സഹായിക്കാനാണെന്നാണ് ആരോപണം. ആദിവാസികളും കർഷകരും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പുഴയിലാണ് കല്ലും മണ്ണുമിട്ട് നികത്തിയത്. നരസിമുക്കിലെ ഭവാനിപ്പുഴയിലേക്കാണ് മണ്ണുമാന്തി യന്ത്രവും ഉപയോഗിച്ച് കല്ലും മണ്ണുമിട്ടിരിക്കുന്നത്. വേനൽ കടുത്തതോടെ പുഴയിലെ നീരൊഴുക്കും കുറഞ്ഞിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ഭവാനിപ്പുഴയിലെ നീരൊഴുക്ക് പൂർണ്ണമായി നിലച്ചിരുന്നു. ഈ സ്ഥലത്തെ പുഴ പുറമ്പോക്ക് കയ്യേറി രേഖകളുണ്ടാക്കിയെന്ന ആരോപണമുള്ള സ്ഥലമാണ്. അട്ടപ്പാടിയിലെ ഭവാനി പുഴയും സിർവാണി പുഴകൾ പോലെയുള്ളതെല്ലാം കയ്യേറ്റം കഴിഞ്ഞ കാലങ്ങളിലും തുടർന്നും വ്യാപകമാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെയും മറവിലാണ് വ്യാപകമായി പുഴ തന്നെ കയ്യേറിക്കൊണ്ട് പ്ലോട്ട് തിരിച്ച് ഭൂമി വിൽക്കുന്ന അവസ്ഥയാണ് അട്ടപ്പാടിയിലുള്ളത്. പുഴ നേരത്തെ ഈ പുഴ കയ്യേറ്റപ്പറ്റി ഒരുപാട് റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴെന്താ അവസ്ഥയെന്ന് വെച്ചാൽ പുഴ തന്നെ കയ്യേറുകയാണ്, പുഴയ്ക്ക് വ്യാജരേഖ ഉണ്ടാക്കുകയാണ്, പ്ലോട്ട് തിരിച്ച് വിൽപ്പന നടത്തുകയാണ്. ഭവാനി പുഴയുടെ തീരങ്ങൾ 5 സെന്റ് മുതൽ 50 ഏക്കർ വരെ വിൽപ്പന നടത്താനുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിൽ നിറച്ച് റോഡുകളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ ഇവിടെ അട്ടപ്പാടിയിലെ ഭൂമാഫിയകൾ പുഴ കയ്യേറി വ്യാജരേഖയുണ്ടാക്കി പുഴ വിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഭവാനി പുഴ പൂർണ്ണമായും കയ്യേറി കഴിഞ്ഞു. ഒരു പൊട്ടു വെള്ളം ഇനി താഴേക്ക് പോകാത്തത് പുഴയേ ഉണ്ടാവില്ല. അട്ടപ്പാടിയിലെ കൊടുങ്കരപ്പുഴം ഇല്ലാതായതുപോലെ തന്നെയാണ് ഇത്രയും വലിയ ഭവാനിപ്പുഴയെയും ഈ ഭൂമാഫിയ സംഘങ്ങൾ ഇല്ലാതാക്കുന്നത്. പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതി നടപ്പിലാക്കി അട്ടപ്പാടിയിലാണ് ഭവാനി പുഴകൾ പോലും കയ്യേറുന്ന അവസ്ഥയുള്ളത്. നരസിമുക്കിൽ മൈനർ ഇറിഗേഷൻ തടയണ നിർമ്മിക്കാനാണ് കല്ലും മണ്ണും പുഴയിലേക്ക് തള്ളിയതെന്നാണ് മൈനർ ഇറിഗേഷന്റെ വിശദീകരണം. പണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കല്ലും മണ്ണും മാറ്റുമെന്നാണ് അട്ടപ്പാടി മൈനർ ഇറിഗേഷൻ അധികൃതർ പറയുന്നത്. UTV ന്യൂസ്, പാലക്കാട്.